അല്ല, അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. പി പി ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. പി പി ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ക്യാമറയും കൊണ്ടുവന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാ. അതെല്ലാം ആർക്ക് വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണം. ആർക്ക് വേണ്ടിയായിരുന്നു? ദിവ്യയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു, അല്ലെ വേറെ ഏതെങ്കിലും നേതാക്കൾക്ക്, CPM നേതാക്കൾക്ക് വേണ്ടിയായിരുന്നു? ഇപ്പോഴും ദിവ്യയെ പ്രീതിപ്പെടുത്താൻ, ദിവ്യയെ തള്ളിപ്പറയാതെ ഇപ്പോഴും നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് സംശയം വരുന്ന രീതിയിലാണ് CPM നേതാക്കൾ സംസാരിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ച് മതിയാവും എന്നാണ് ഞങ്ങളുടെ നിലപാട്. കുടുംബം പറയുന്ന ചില ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നു. അതോടൊപ്പം തന്നെ CCTVയും ഇവരുടെ ഫോൺ സംഭാഷണം വളരെ വിശദമായിട്ടാണ്, അവരുടെ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വാദഗതികളാണ് അവർ ആ ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ വേണം ഇൻക്വസ്റ്റ് നടപടി നടത്താൻ. ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പേ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി. മാത്രമല്ല PP ദിവ്യയുടെ ഭർത്താവും പ്രശാന്തനും ജോലി ചെയ്യുന്ന ഈ പെരിയാരം മെഡിക്കൽ കോളേജിൽ ഓട്ടോപ്സി ചെയ്യരുത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ഓട്ടോപ്സി ചെയ്തു. മനസ്സിലായില്ല? അതറിയാമല്ലോ, പെരിയാരം മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവിടെ എന്ത് മാനിപ്പുലേഷൻ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നടക്കും. ഇവരെല്ലാം അവിടെ തന്നെയാണ്. ഈ പ്രതികളും കൂട്ടുകാരും പാർട്ടിക്കാരും എല്ലാം അവിടെ തന്നെ. എന്ത് നടക്കും? അവിടെ ചെയ്യരുത് എന്ന് ഈ വിക്ടിമിന്റെ ഭാര്യ ആവശ്യപ്പെട്ടിട്ടും അവിടെ തന്നെ ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ വന്നു പോയി തിരിച്ചു പോയെന്നൊക്കെ കഥകളാണ്. ഒരു CCTV ഫുട്ടേജും ഇതുവരെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല. അപ്പൊ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തികളെയും അന്വേഷണ സംഘത്തെ നിയമിച്ച നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെ നിയമിച്ചതിനെ അവർ ചോദ്യം ചെയ്യുന്നു. കളക്ടർ തീർച്ചയായിട്ടും കളക്ടർ, ഞങ്ങളെല്ലാം ആദ്യം പറഞ്ഞത് കളക്ടറുടെ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, ഇവര് വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ആ ഇരിപ്പുണ്ടല്ലോ, അല്ല ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്താണ് അതിന്റെ മെസ്സേജ്? എന്താ? ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സോറി മാഡം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, അങ്ങനെ പറയാമല്ലോ. ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്, ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമുള്ള ഫംഗ്ഷനാണ്, ഒരു പൊതുപരിപാടിയല്ല എന്ന് പറയാം. ഇനി അപ്പൊ പറയാൻ മടിയുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ADMനെ സംസാരിക്കുമ്പോൾ അപ്പോൾ സോറി മാഡം ഇങ്ങനെയൊന്നും ഈ യോഗത്തിൽ സംസാരിക്കരുത്, ഒരു യാത്രയപ്പ് യോഗമാണ് എന്ന് പറയുന്നത് ആകാശം ഇടിഞ്ഞു വീഴുക. അപ്പോൾ അതിനുശേഷം അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മൊഴി മാറ്റി പറഞ്ഞ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതൊക്കെ വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത സാധനമാണ്. അപ്പൊ കളക്ടറുടെ നിലപാടും സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM ജമാഅത്ത് തർക്കം തുടരുകയാണ്. അതിനിടയിൽ CPM അത് ലക്ഷ്യം വെക്കുന്ന മുസ്ലിം ലീഗ് നടക്കുകയാണ്. അല്ല, CPM സ്വയം പരിഹാസ്യമാവുകയാണ്. CPM പറയുന്നത് എന്താ? SDPIയും മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിയേർത്തു UDF. അതാണ് പാലക്കാട് വോട്ടെന്ന്. പാലക്കാട് അവിടെ വോട്ട് കുറഞ്ഞത് 11,000 വോട്ട് കുറഞ്ഞത് ആരുടെ വോട്ടാ? BJPയുടെ വോട്ടാണ് കുറഞ്ഞത്. ആ BJP കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരന് പോയ വോട്ടാണ് ഞങ്ങൾ കൂടുതൽ പിടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരൻ SDPക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ടായ ഇല്ല. അപ്പൊ വെറുതെ തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് പറയണം. ഞങ്ങൾ പറഞ്ഞല്ലോ, ചേലക്കര ഞങ്ങൾ തോറ്റു. കാരണം എന്താന്ന് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ അവിടെ ഒരു ന്യായത്തിനും പോയില്ല. വല്ലതും പറയാൻ പോയാ? തോറ്റത് ജനങ്ങളല്ലേ ഞങ്ങളെ തോൽപ്പിച്ചത്, അവരെ ജയിപ്പിച്ചത് ഞങ്ങൾ സമ്മതിച്ചല്ലോ. ഞങ്ങൾ പിന്നെ സന്തോഷമാണ്. 40,000 വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം CPM ജയിച്ചെടുത്ത് ഈ പ്രാവശ്യം 12,000 വോട്ടിലാണ് ജയിച്ചതെന്ന് പറഞ്ഞു. ഇപ്പോഴുള്ള സംഭവം എന്താ? എന്നു മുതലാണ് CPMന് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും വർഗീയവാദികളായത്?